ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു പുതിയ അടിപൊളി വീഡിയോ നമുക്ക് ഒന്ന് കണ്ടു നോക്കിയാലോ. ഇതൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്, റാസ്മലായി കേക്കാണ്. ഇതിപ്പോൾ ഒരു 1 kg വെയിറ്റ് വരുന്ന കേക്കാണെങ്കിൽ ഒരു 1.5 അടുത്തല്ലെങ്കിലും ഒരു 1.25 ആയിട്ട് വരും. നമ്മൾ അതിൻ്റെ ഉള്ളിൽ റിച്ച് ആയിട്ടുള്ള ലെയേഴ്സാണ് നമ്മൾ അതിനകത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഹെവി ആയിട്ടുള്ള കേക്കാണ്, നല്ല ടേസ്റ്റാണ് റാസ്മലായി കേക്ക്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും പിന്നെ ഫ്രോസ്റ്റിങ്ങും എല്ലാം ഇതിനകത്ത് ഡെക്കറേഷനൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരു പ്രയോജനകരമായ ഒരു വീഡിയോ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ കുറച്ച് ലെങ്തി ആണെങ്കിലും ഫുള്ള് നമ്മളിതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എത്ര അറിയാത്തവർക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക്, റാസ്മലായി കേക്ക് നമുക്ക് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് റാസ്മലായി ആണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രസഗുളയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ നമ്മൾ ആദ്യം തന്നെ പനീർ അത് ഉണ്ടാക്കിയെടുക്കുക. നമ്മളിതുപോലെ തന്നെ ഞാനൊരു 2 കവർ പാല്, 1 ലിറ്റർ പാല് നമ്മളിതുപോലെ ചെറുനാരങ്ങ കയ്യിലുണ്ടെങ്കിൽ അത് അങ്ങനെ ചെടുക്കുക, അല്ലെങ്കിൽ വിനാഗിരി ഏതെങ്കിലും ഇട്ടിട്ട് ഇതേപോലെ പിരിച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. ഇപ്പോൾ തുണിയിലാണെങ്കിലും മതി, ഇതേപോലെയുള്ള ചെറിയ ഹോളുള്ള അരിപ്പയിലാണെങ്കിലും മതി. എന്നിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതിൻ്റെ ചെറിയൊരു പുളിപ്പൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം കളഞ്ഞ് ഒട്ടും തന്നെ പുളിപ്പില്ലാത്ത രീതിയിൽ മൊത്തം നമ്മളിതുപോലെ തന്നെ ആ വെള്ളം മൊത്തം കളഞ്ഞെടുക്കണം. കുറച്ച് നേരം നമ്മൾ ഇതുപോലെ വെച്ചെന്നാൽ തനിയെ ഊറിപ്പോയിക്കുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പൊടിയായിട്ട് നമുക്ക് കിട്ടും. നമ്മളുടെ പനീറാണ് ഈ സാധനം. അപ്പം ഇതാണ് നമ്മൾ രസഗുള ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. റാസ്മലായി എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നതാണ്. നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളിത് റെഡിയാക്കുക. വാങ്ങാൻ കിട്ടുന്നതാണ്, വാങ്ങണമെങ്കിൽ അങ്ങനെയും വാങ്ങുക. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് തേച്ച് കൂട്ടിയെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് നമ്മളുടെ ഈ ഒരു ടെക്സ്ചർ കിട്ടണം. അല്ലെങ്കിൽ നമുക്കൊന്ന് വേണമെങ്കിൽ മിക്സിയിൽ ഒരുപാട് അടിക്കരുത്, ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്ന രീതിയിൽ ഒറ്റ അടി അടിച്ചിട്ട് ആ ഒരു പുഷ് ബട്ടണിലൊന്ന് ചെയ്ത് കൊടുത്തെന്നാൽ അതൊന്ന് കറങ്ങിയേ വരും. അപ്പോൾ അതങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അത് ഒരുപാട് അങ്ങോട്ട് അരഞ്ഞു പോകരുത്. അപ്പോൾ അത് അത്ര ഒരു ടെക്സ്ചറിൽ കിട്ടില്ല. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് തേച്ച് കൂട്ടി ഓരോ ഉരുളകളാക്കിയിട്ട് നമ്മൾക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്തെടുക്കുക. ചെറിയ ഉരുളകളാക്കിയിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ അത് രസഗുളായിട്ട് അങ്ങനെയും കിട്ടില്ലേ. അപ്പോൾ എന്നിട്ട് ഇതേപോലെ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിതിനകത്ത് വേണ്ടത് ഇതൊരു സിറപ്പിലാണ് നമ്മളിതിനകത്ത് വെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനകത്ത് ഇട്ട് വയ്ക്കുക. 1 കപ്പ് പഞ്ചസാര, നമ്മൾ എത്രമാത്രം നമുക്ക് മധുരം ആവശ്യമുള്ളതനുസരിച്ച്, നല്ല മധുരം വേണം, അതിനനുസരിച്ചിട്ട് അതിനകത്ത് കുറച്ച് ഏലക്കാപ്പൊടിയും ചേർത്തിട്ട് ഇതേപോലെ തിളപ്പിച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചിട്ട് അതങ്ങോട്ട് മാറ്റി വയ്ക്കുക. അതിനകത്ത് കിടക്കട്ടെ അത്. എന്നിട്ട് അതിന് ശേഷം നമ്മളുടെ വേറൊരു നമ്മൾ ലെയറിൽ കൊടുക്കുന്ന ആ ഒരു സിറപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 കവർ പാലും 2 കവർ പാൽപ്പൊടിയും, അതായത് 10 രൂപയുടെ അല്ലെങ്കിൽ 20 രൂപയുടെ ഒരു പാക്കറ്റ് പാൽപ്പൊടി അതും കൂടി ചേർത്തിട്ട് അത് നമ്മൾ നേരിട്ട് കൊടുക്കരുത്, അല്ലെങ്കിൽ നമ്മൾ ആ പാലിലേക്കൊന്ന് ചൂടാക്കുന്നതിന് മുൻപ് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തിളപ്പിച്ചിട്ട് നമ്മളിപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തായിരുന്നു ആ ഒരു പിസ്ത. ഒന്ന് തണുത്തിരിക്കുക നമ്മൾ വാങ്ങുമ്പോഴേക്കും. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. പൊടിക്കരുത്, ക്രഷ് ചെയ്തിട്ട് ഈ പാലൊന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് ഇടുക. അതിനകത്ത് കുറച്ച് ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഇതിനകത്ത് ഇടുമ്പോൾ മറ്റേതിൽ നമ്മളൊന്ന് ചതച്ചിട്ടാൽ മതി, കാരണം ആ ഒരു സിറപ്പ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഈ സിറപ്പാണ് നമ്മൾ അതിനകത്ത് വെറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏലക്കാപ്പൊടി നന്നായിട്ട് ഫൈനായിട്ട് പൊടിഞ്ഞിരിക്കണം. തരി പോലും അതിനകത്ത് പാടില്ല. എന്നിട്ട് ഇതുപോലെ തന്നെ പാല് നന്നായിട്ട് തിളപ്പിച്ച് ഒന്ന് കുറുകിയെടുക്കുന്ന അത്രയും നമ്മൾ വറ്റിച്ചെടുക്കേണ്ടതാണ് ഈ ഒരു സിറപ്പ്. അപ്പം നമ്മൾ അതിനകത്തേക്ക് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ പിസ്ത, ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. അപ്പോൾ അതൊരു 3/4 കപ്പോളം ഞാനൊരു പിസ്ത ഒന്ന് ക്രഷ് ചെയ്തത് ഇട്ടിട്ടുണ്ട്. ബാക്കി ഡെക്കറേഷൻ ചെയ്യാനും വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു ബദാം മിക്സിൻ്റെ ആ ഒരു എമൽഷനിലാണ് ഇപ്പോൾ 2 ഡ്രോപ്പ് ചേർത്തത്. യെല്ലോ കളറും കിട്ടും, നല്ലൊരു ഫ്ലേവറുമാണ് അതിനകത്ത് കിട്ടുന്നത്. ബദാമിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഇതിനകത്ത് കിട്ടും. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ തിളപ്പിച്ച് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴേക്കും നമ്മളൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് അവിടെ അതങ്ങനെ കിടന്ന് നന്നായിട്ട് മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒന്ന് കുറുകി വരണം.
അത് പാൽപ്പൊടി നമ്മളതിനകത്ത് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചിട്ടുണ്ട്. തണുത്ത പാലിലേക്ക് നമ്മൾ കുറച്ച് പാലെടുത്തിട്ട് അതിനകത്ത് കലക്കിയിട്ടാണ് പാൽപ്പൊടി ചേർത്തത്. എന്നിട്ട് നന്നായിട്ട് കുറുക്കിയെടുത്ത് തണുത്തതിന് ശേഷമാണ് പിന്നെ ആ സിറപ്പിൽ കിടക്കുന്ന ആ ഒരു നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള നമ്മളുടെ റാസ്മലായിയുടെ ആ ഒരു സാധനം നമ്മൾ അതിനകത്തേക്ക് നന്നായിട്ട് അതിൻ്റെ വെറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ ഒന്ന് പിഴിഞ്ഞ് മാറ്റിയിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. ആ ഒരു യെല്ലോ കളറും ആ ഏലക്കയുടെ ഫ്ലേവറും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ കിട്ടിയിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടി സമയം നമ്മളിപ്പോൾ ഓവർനൈറ്റാണ് ഇത് രണ്ടും നമ്മൾ ചെയ്ത് വെച്ചത്. അതുകൊണ്ട് പിറ്റേ ദിവസമാണ് ഇത് നമ്മൾ ഇതിൻ്റെ ഫ്രോസ്റ്റിങ് കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴേക്കും അതിൽ നന്നായിട്ട് പിടിച്ചിരിക്കും ഏത് നമ്മളുടെ റസഗുള്ളയുടെ ആ ഒരു റസ്മലായി നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻസ്. അത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എന്നിട്ടാണ് നമ്മൾ പിന്നെ അതിനകത്തേക്ക് ആ ഒരു സിറപ്പ് നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ ഒരു ഇതുപോലെ നമ്മൾ വെറ്റ് ചെയ്ത് കൊടുക്കാൻ ആ ഒരു സിറപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പാലും കണ്ടൻസ്ഡ് മിൽക്കും ഒക്കെ നമ്മളിതിനകത്ത് ചേർത്തിട്ടുണ്ട് മധുരത്തിന്. പിന്നെ പഞ്ചസാരയും ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന്. പിന്നെ പാൽപ്പൊടി ഇതെല്ലാം ചേർത്തിട്ടാണ് ആ ഒരു സിറപ്പ് നമ്മൾ ചെയ്തെടുക്കുന്നത്. പിന്നെ ബദാം മിക്സ്, ഏലക്കാപ്പൊടി എല്ലാം കൂടി ചേർത്ത് വരുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് ആ ഒരു സിറപ്പ് കഴിക്കാനായിട്ട്. പിന്നെ അതിൻ്റെ അകത്ത് മുങ്ങിക്കിടന്നിട്ട് അതിൻ്റെ എല്ലാം ഇതിനകത്തേക്ക് വലിച്ചെടുത്തിട്ടുണ്ട് ആ രസഗുളയുടെ ആ ഒരു ഇത് റസ്മലായിയുടെ. അപ്പോൾ അതും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അത് നമ്മൾ ലെയറിൽ കൊടുക്കും. ഇതുപോലെ എല്ലാം ആ ഒരു സിറപ്പിലെല്ലാം വെറ്റ് ചെയ്തെടുത്തിട്ട് ഇതേപോലെ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ക്രീം നമുക്ക് യെല്ലോ ഒന്ന് കളർ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അത് ചെയ്തില്ല. യെല്ലോ കളർ ആ ഒരു ബദാം മിക്സ് ഇട്ടുന്നാൽ യെല്ലോ കളറാവും. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എന്നിട്ട് ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ട് ഫ്രോസ്റ്റിംഗ് ചെയ്തിട്ട് ഇതേപോലെ ഫൈനൽ കോട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഒരു മേളിലത്തെ ഭാഗം ഫൈനൽ കോട്ട് മാത്രം ഞാനൊരു യെല്ലോ കളർ കൊടുത്തുള്ളൂ. ഉള്ളിൽ ഞാൻ കൊടുത്തില്ല. അപ്പോൾ നല്ല അതിൻ്റെ ലെയറിലൊക്കെ നമ്മൾ നന്നായിട്ട് ബദാം പിസ്തയും പിന്നെ ആ ഒരു റസ്മലായിയുടെ ആ ഒരു പീസാക്കിയ ഭാഗം എല്ലാം ഇട്ട് കൊടുത്ത് നല്ല ഹെവി ആയിട്ടുള്ള ആ ഒരു ലെയറാണ് നമ്മളതിനകത്ത് ഫ്രോസ്റ്റിങ്ങിൽ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. നല്ല റിച്ച് ആയിട്ടുള്ളൊരു കേക്കാണ്. എന്നിട്ട് ഇതേപോലെ തന്നെ ആ റസ്മലായി ഞാൻ ഡെക്കറേഷൻ ചെയ്യാൻ ഒരു 3-4 എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മേളിൽ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ സൈഡിലായിട്ട് ഒന്ന് റൗണ്ടിൽ നമ്മളുടെ പിസ്ത ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തത് ഒന്ന് ആ ഒരു ഒന്ന് ജസ്റ്റ് പൊടിക്കുക, ഒരുപാടല്ല, ആ ഒരു ക്രഷ് ചെയ്യലല്ല, അതിലും കുറച്ചും കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഇതിന് സൈഡിലൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തു ഒരു ഭംഗിക്ക്. അങ്ങനെ പിന്നെ അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റും ഒരു ഹെവി ആയിട്ടുള്ളൊരു കേക്കുമാണ്. അടിപൊളി ടേസ്റ്റാണ്. അത് നിങ്ങൾ ഒരു തവണയെങ്കിലും നിങ്ങൾ കഴിച്ച് നോക്കിയാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും. അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ള ഒരു കേക്കാണ്. ടേസ്റ്റ് അടിപൊളിയാണ്. അത് പറയാതിരിക്കാൻ വയ്യ, അത്ര ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ആ ഒരു റസ്മലായി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. എന്നിട്ട് ആ സൈഡിലൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ബദാം മിക്സിൻ്റെ ആ ഒരു എമൽഷൻ ഇടുമ്പോൾ ആ ഒരു ഫ്ലേവറും കൂടി നമ്മളുടെ ക്രീമിൽ നമുക്കത് കിട്ടുകയും ചെയ്യും. ഞാൻ ഫൈനൽ കോട്ടിൽ മാത്രമേ ഞാൻ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ലെയറിൽ കൊടുത്തപ്പോൾ അത് ചെയ്തിട്ടുണ്ടായില്ല. ഇതേപോലെ എല്ലാ ഭാഗത്തും ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. സൈഡിലും ഇട്ട് കൊടുത്തു. ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കല്ലേ. Thanks for watching.